അതായത് ഈ ഉള്ള 63 MLA-മാരിൽ നിലപാട് പ്രഖ്യാപിക്കുന്ന ആളുകളെ എണ്ണിയിട്ടുണ്ടെങ്കിൽ ആ ആളുകളിൽ ഏകദേശം 50-നടുത്ത് വരുന്ന MLA-മാർ 63-ൽ 50-നടുത്ത് വരുന്ന MLA-മാർ KC വേണുഗോപാലിന് പിന്തുണ പ്രഖ്യാപിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മാത്രമല്ല ഈ ഹൈക്കമാൻഡ് പ്രതിനിധികളുമായുള്ള കൂടിക്കാഴ്ചയിൽ MLA-മാർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ഇവരെ കാണുന്നത്. അങ്ങനെ ഉള്ള കൂടിക്കാഴ്ചയിൽ ആ കൂടിക്കാഴ്ച നടക്കുന്ന സമയത്ത് അകത്ത് കയറി രഹസ്യ കൂടിക്കാഴ്ചയാണ്. 2 MLA-മാരും അതോടൊപ്പം തന്നെ MLA-യും അതോടൊപ്പം ഈ 2 നിരീക്ഷകരും മാത്രമാകും ആ മുറിയിൽ ഉണ്ടാകുക. ആ സമയത്ത് KC വേണുഗോപാലിൻ്റെ പേരിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള പേരുകൾ ചർച്ച ചെയ്യപ്പെടുമോ അവിടെ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം KC വേണുഗോപാൽ സ്വാഭാവികമായും ഈ MLA-മാരുടെ പിന്തുണ അളന്ന് അധികാരത്തിലേക്ക് എത്തുകയാണ് എങ്കിൽ അങ്ങനെ മുഖ്യമന്ത്രിയായി എത്തുന്ന ഒരാളെ പ്രകോപിപ്പിക്കാൻ അല്ലെങ്കിൽ ആളെ എതിർചേരിയിൽ നിർത്തുന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന പരസ്യമായി അവർ നടത്തുമോ? ഏതെങ്കിലും നേതാക്കളെ കണ്ടോ, നിരീക്ഷകർ കണ്ടോ, എന്തെങ്കിലും താങ്കളുടെ നിലപാടുകൾ അറിയിച്ചോ? കൂടുതൽ പ്രതികരണത്തിന് VD സതീശനില്ല. പട നയിച്ചവൻ VD സതീശനാണെന്നതിൽ സംശയമില്ല. ഈ പട നയിക്കുകയും ഈ 100 സംഖ്യ നേരത്തെ തന്നെ പ്രവചിക്കുകയും അതിനപ്പുറത്തേക്ക് UDF വിജയം കൈവരിക്കുകയും കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ നേട്ടത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത് സതീശന്റെ നേതൃത്വത്തിലാണ്. VD സതീശനായി പലയിടങ്ങളിൽ നിന്ന് പിന്തുണയൊക്കെ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പന്തം കൊളുത്തി പ്രകടനം നടന്നത് കോട്ടയത്താണ്. കഴിഞ്ഞ ദിവസം നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ തലേനാളിൽ കണ്ടിരുന്നു VD സതീശനെ ഈ തരത്തിൽ. അന്നേരവും നമ്മൾ പ്രതികരണത്തിന് ചോദിച്ചപ്പോൾ ഒരു പ്രതികരണത്തിന് തയ്യാറായില്ല. ഞാൻ നാളെ പറയാമെന്നുള്ളതായിരുന്നു VD സതീശൻ പറഞ്ഞത്. ഇപ്പോഴും അദ്ദേഹം വളരെ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജും അദ്ദേഹത്തിന്റെ മുഖവും കാണുമ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടെ കൂളായിട്ടാണ് ഇറങ്ങി വരികയും ചെയ്യുന്നത്. അരുൺ ഗോപി ഉണ്ട് വിവരങ്ങളുമായിട്ട്. അരുൺ, ഇപ്പോൾ VD സതീശൻ കൂടുതൽ പ്രതികരണത്തിലേക്ക് എത്തുന്നില്ല അദ്ദേഹം. പക്ഷേ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം VD സതീശൻ ഏതെങ്കിലും തരത്തിൽ ഹൈക്കമാൻഡിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നുണ്ടോ? AICC നിരീക്ഷകരുമായി VD സതീശൻ കൂടിക്കാഴ്ച നടത്തി ഇപ്പോൾ KPCC-യിലേക്ക് മടങ്ങിയിരിക്കുകയാണ്. അല്പസമയത്തിനകം പാർലമെന്ററി പാർട്ടി യോഗം ചേരും. കഴിഞ്ഞ ദിവസം ആയിരുന്നു AICC നിരീക്ഷകർ ഈ ഹോട്ടലിൽ തങ്ങിയത്. ഇവർ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ പ്രത്യേകിച്ച് MPമാരുമായി കൂടിക്കാഴ്ച നടത്തി. അല്പസമയത്തിനകം ദീപദാസ് മുൻഷി ഇവിടെ നിന്നും പുറപ്പെട്ടിരുന്നു. ദീപദാസ് മുൻഷി പറഞ്ഞത് മുതിർന്ന നേതാക്കളുമായി ചർച്ച നടത്തി. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയില്ല. ഇത് പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷമായിരിക്കും തീരുമാനിക്കുക. ഏതായാലും മുതിർന്ന നേതാക്കൾ MPമാരടക്കം K സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, PJ കുര്യൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി നിരീക്ഷകർ കൂടിക്കാഴ്ച നടത്തി. ഈ നിരീക്ഷകർ അല്പസമയത്തിനകം KPCC-യിലേക്ക് മടങ്ങും. അവിടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അതിനുശേഷം 63 MLA-മാരിൽ നിന്നും അഭിപ്രായം തേടും. പ്രധാനമായും VD സതീശൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. ഒപ്പം തന്നെ KC വേണുഗോപാലിൻ്റെ പേരുമുണ്ട്. ഈ 63 MLA-മാരിൽ നിന്നും നിലപാടെടുത്ത ശേഷം അത് പ്രമേയമായി മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളെ തിരഞ്ഞെടുക്കുക. ഏതായാലും VD സതീശൻ ഒന്നും പ്രതികരിക്കാതാണ്.